من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. വീണ്ടും ഒരു വ്യാഴാഴ്ച ദിവസം കൂടെ അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. QHLS പഠനത്തിൽ സംഗമിച്ച നമ്മൾ നമ്മുടെ പ്രമാണമായ ഖുർആനും ഹദീസും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഒരു പ്രാർത്ഥന വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രാർത്ഥനയാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പക്ഷെ പലപ്പോഴും മറന്നിട്ടോ അശ്രദ്ധ കൊണ്ടോ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു സദസ്സ് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് മുതൽ, ഈ സമയം മുതൽ നമ്മുടെ നാവുകളിൽ ഈ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഈ പ്രാർത്ഥന ചൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസ് ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. قالت سمعت رسول الله صلى الله عليه وسلم يقول من نزل منزلا فقال أعوذ بكلمات الله التامات من شر ما خلق
ലം യദുറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പരിചയമില്ലാത്തതോ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയാൽ അവിടെ ചെന്ന ഉടനെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ കാവലിനെ ചോദിക്കണം. നമ്മൾ ശരണം തേടുകയാണ്. അഊദു, ഞാൻ അഭയം തേടുന്നു, ഞാൻ കാവലിനെ ചോദിക്കുന്നു. ബികലിമാത്തില്ലാ, അല്ലാഹുവിന്റെ വചനങ്ങളെ കൊണ്ട്. ഈ വചനങ്ങൾക്ക് രണ്ട് രൂപത്തിൽ വിശദീകരണമുണ്ട് എങ്കിലും ശരിയായത് അല്ലാഹുവിന്റെ കൽപ്പനകൾ, അല്ലാഹുവിന്റെ വചനങ്ങൾ മുഴുവനും, നിർദ്ദേശങ്ങളും നിയമങ്ങളും എല്ലാം മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹുവിന്റെ വചനങ്ങൾ. എന്നാൽ കുറഞ്ഞ ചില ആളുകൾ ഖുർആനാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പ്രബലമായ അഭിപ്രായം അല്ലാഹുവിന്റെ മുഴുവൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഈ ബികലിമാത്തില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. താമ്മാത്തി, പൂർണ്ണമായ നിരന്തരമായ, മിൻ ശർരി മാ ഖലഖ്, നീ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമുള്ള ജന്തുക്കള്, അതുപോലെ തന്നെ കള്ളന്മാര്, മറ്റുള്ള ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങള്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിക്കണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുള്ള പ്രതിസന്ധികൾ, അപ്രതീക്ഷമായ അപകടങ്ങൾ, അതുപോലെ തന്നെ ജിന്നിന്റെ കുതന്ത്രങ്ങൾ, ശൈത്താനുകളുടെ കുതന്ത്രങ്ങൾ, ഈ രൂപത്തിലുള്ള പ്രതിസന്ധികൾ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ലോകത്തെ ഒരേ ഒരു ആയുധം, അല്ലാഹുവിന്റെ തീരുമാനത്തെ തടയുവാൻ കഴിയുന്നത് പ്രാർത്ഥന മാത്രമാണ്. അല്ലാഹുവിന്റെ തീരുമാനത്തെ തടയാൻ, മായ്ക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ലോകത്തിലെ ആയുധം അത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും രാവിലെ നമ്മൾ ഇത് ചൊല്ലണം, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇത് ചൊല്ലണം. യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു പുതിയ നാട്ടിൽ നമ്മൾ ചെന്നിറങ്ങിയാൽ ഏതൊരു വാക്ക് ഉരുവിടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നാവിൽ വരേണ്ടത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് നമ്മൾ ചൊല്ലിയിട്ടായിരിക്കണം മറ്റുള്ള നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടത്. പലപ്പോഴും പല ആളുകൾ ചോദിക്കാറുണ്ട്, പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലി നമ്മൾ പ്രവേശിക്കുക. ഉടനെ നമ്മൾ പ്രാർത്ഥിക്കണം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. കാരണം പുതുതായി എത്തപ്പെടുന്ന ഏത് സ്ഥലങ്ങളിലും നമുക്കിത് പ്രാർത്ഥിക്കാമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മലകൾ, കുന്നുകൾ, വനംപ്രദേശങ്ങൾ, അതിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, അരിപ്പറയിൽ നിന്ന് നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വനപ്രദേശങ്ങളാണ്, ആളൊഴിഞ്ഞ സ്ഥലങ്ങളാണ്, വിജനമായ പ്രദേശങ്ങളാണ്. അവിടെ നമുക്കെല്ലാം കാവലിനെ ചോദിക്കാനുള്ളത് അല്ലാഹു മാത്രമേ ഉള്ളൂ. കാവലിനെ ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിലൂടെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, നമ്മുടെ നാവിലുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള 4ാമത്തെ പ്രാർത്ഥനയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ അത് നൽകിയിട്ടുണ്ട്. നിങ്ങളത് നോക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്ത് ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ
11, 12, 13 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതി വെച്ചു എങ്കിലും 11ാമത്തെ ആയത്ത് മാത്രമാണ് നമ്മൾ വിശദീകരിച്ചത്. അതിനുള്ള സമയം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായത്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ദീനിന്റെ അറ്റത്ത് നിന്നുകൊണ്ട്, അരികെ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നവർ. അതിന്റെ ശരിയായ വിശദീകരണം നമ്മൾ പറഞ്ഞു. അവർ ദീനിന്റെ മധ്യത്തിൽ എത്തിയിട്ടില്ല, പൂർണ്ണമായിട്ട് ദീനിൽ അവർ പ്രവേശിച്ചിട്ടില്ല. ദുനിയവിയായ ലാഭങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരാണ്. വാസ്തവത്തിൽ അവർ മുഅ്മിനീങ്ങളല്ല, അവർ കാഫിരീങ്ങളാണ്, മുനാഫിക്കീങ്ങളാണ്. പണ്ഡിതന്മാർ ഈ വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് എന്ന ആ മനുഷ്യരെ കുറിച്ച് വിശദീകരിച്ചത് അവർ മുനാഫിക്കീങ്ങളാണ്. ദുനിയവിയായ ലാഭങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അവരുടെ ഒരു അടയാളമാണ് ഈ 11ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അവർ ഞങ്ങൾ ഈ മതം സ്വീകരിച്ചതിന്റെ പേരിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നവർ പറയും. എന്നാൽ എന്തെങ്കിലും പ്രയാസ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ ഈ ദീൻ ഞങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ പ്രതിസന്ധികൾ അനുഭവിക്കുവാനുള്ള കാരണം. അതുകൊണ്ട് അവർ മുഖം തിരിഞ്ഞുകൊണ്ട് അവർ ദീനിൽ നിന്ന് അവർ പുറത്തു പോകും. അവർ മുർത്തദ്ദായി, അവർ കാഫിറായി, ഈ മതത്തിൽ നിന്ന് അവർ മാറിപ്പോകും, തിരിഞ്ഞു പോകും എന്നെല്ലാം ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് 1 മണിക്കൂർ സമയമെടുത്ത് നമ്മൾ വിശദീകരിച്ചതാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ദുനിയാവിലും നഷ്ടമാണ്, പരലോകത്തിലും നഷ്ടമാണ്. അത് വ്യക്തമായ വലിയ നഷ്ടമാണ് എന്ന് 11ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട് 12ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ മൊബൈലുകളോ ഖുർആനോ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ നോക്കണം. ആയത്ത് ഞാൻ ഓതിത്തരാം, അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമ്മുടെ ആമുഖമായിട്ടുള്ള നമ്മുടെ സംസാരം ഓർമ്മയിലുണ്ടാകണം. ദീനിൽ മുഴുവനായിട്ടും പ്രവേശിക്കാതെ, ദീനിന്റെ മധ്യത്തിലേക്ക് വരാതെ, ദീനിന്റെ അരികെ നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും ഇവിടെയും. ചില സമയങ്ങളിൽ ദീനിൽ വരും, ചില സമയങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോകും. ദീനിലേക്ക് വരാനുള്ള കാരണം ചില ലാഭങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ദീനിലേക്ക് വരുന്നത്, അതല്ലാതെ പരലോക ലക്ഷ്യമല്ല. അത്തരത്തിലുള്ള ആളുകൾ അവർ കാഫിറായി മതത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളുകളാണ് എന്ന് വിശദീകരിച്ചവരുടെ അടുത്തടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു ذلك هو الضلال البعيد يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. യദഉ, അവൻ വിളിക്കുന്നു, അവൻ ദുആ ചെയ്യുന്നു. ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യദഉ. ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, മൺമറഞ്ഞു പോയ ആളുകളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ അവരോട് ദുആ ചെയ്യുന്നേ ഉള്ളൂ, ഞങ്ങൾ അവരോട് ഇബാദത്ത് ചെയ്യുന്നില്ല. ഇബാദത്ത് അല്ലാഹുവിനോട് മാത്രമേ പറ്റൂ, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ മരിച്ചവരോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇബാദത്തും ദുആയും പ്രാർത്ഥനയും എല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് പ്രവേശിക്കാതെ അതിന്റെ അരികത്തുകൂടെ സഞ്ചരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്, യദ്ഉ മിൻ ദൂനില്ലാഹ്. യദ്ഉ, അവർ ദുആ ചെയ്യുന്നു, അവർ വിളിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ള ആളുകളോട്. മാ ലാ യദുറുഹു, ആരെയാണ് അല്ലാഹുവിന് പുറമെയുള്ള ആളുകൾ? അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ തേടുന്നവന്, ഈ പ്രാർത്ഥിക്കുന്നവന് യാതൊരു ഉപദ്രവവും നീക്കിത്തരാൻ, യാതൊരു ഉപദ്രവവും, അവനെ ബാധിച്ച ഒരു ഉപദ്രവവും നീക്കാൻ കഴിയില്ല. വമാ ലാ യൻഫഉഹു,
യാതൊരു ഉപകാരവും അവന് ചെയ്യാൻ കഴിയില്ല. അത് തന്നെയാണ് അദ്ദലാൽ, വഴിപിഴവ്, അൽ ബഈദ്, വിദൂരമായ വഴികേട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ജീവിതത്തിൽ അല്ലാഹുവിന് പുറമെയുള്ള ആളുകളോട് ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. ഇവർ അല്ലാഹുവിന് പുറമെയുള്ള ആളുകളോട് ദുആ ചെയ്യുമ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്നുള്ളതാണ്, സന്തോഷം ലഭിക്കണമെന്നതാണ്, നമ്മളെ ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധി, പ്രയാസങ്ങൾ അത് നീങ്ങിക്കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകളോട് ദുആ ചെയ്യുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാതൊരു തരത്തിലുള്ള ഉപകാരവും ഇവർക്ക് ചെയ്യാൻ കഴിയില്ല, യാതൊരു തരത്തിലുള്ള ഉപദ്രവവും നീക്കിത്തരാനും ഇവർക്ക് സാധിക്കുകയില്ല. ഇത്തരം ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ വിദൂരമായ വഴികേടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. യദ്ഉ ലമൻ ദർറുഹു അഖറബു മിൻ നഫ്ഇ ലബിഅസൽ മൗലാ വലബിഅസൽ അശീർ. യദ്ഉ, അവൻ വിളിക്കുന്നു, അവൻ ദുആ ചെയ്യുന്നു, ലമൻ, ഒരുവനെ തന്നെ, ദർറുഹു, അവന്റെ ഉപദ്രവം, അഖറബു, കൂടുതൽ അടുത്തതാണ്, അതല്ലെങ്കിൽ എളുപ്പമുള്ളതാണ്, മിൻ നഫ്ഇഹി, അവന്റെ ഉപകാരത്തെക്കാൾ, ലബിഅസ, എത്രയോ ദുഷിച്ചതാണ്, എത്രയോ മോശമാണ്, മൗലാ, ഇവൻ ആരെയാണോ രക്ഷാധികാരിയായി സ്വീകരിച്ചത്, ആരോടാണോ ഇവൻ സഹായം ചോദിച്ചത്, അത് എത്രയോ മോശമാണ്, എത്രയോ ദുഷിച്ചതാണ്. വലബിഅസ, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എത്രയോ മോശമാണ്, അൽ അശീർ, അവന്റെ കൂട്ടാളി, അവന്റെ കൂട്ടുകാരൻ എത്രയോ മോശമാണ്, അവൻ സ്വീകരിച്ച അവന്റെ കൂട്ടുകാരൻ എത്രയോ മോശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്താണ് അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം? ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കൂട്ടുകാര ബന്ധങ്ങളെ നമ്മൾ സ്വീകരിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂട്ടാളികളെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ അല്ലാഹുവിന് പുറമെയുള്ള ആളുകളോട് ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ സ്വീകരിച്ചത് എത്രയോ മോശമായ കൂട്ടുകാരെയാണ്. യാതൊരു തരത്തിലുള്ള ഉപകാരം ദുനിയാവിൽ ചെയ്യാൻ അവർക്ക് കഴിയില്ല, ദുനിയാവിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടത്തിത്തരാൻ അവർക്ക് സാധിക്കുകയില്ല. പരലോകത്ത് വരുമ്പോൾ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാനും അവർക്ക് സാധ്യമല്ല. ആർക്ക്? അല്ലാഹുവിന് പുറമെ ആരോടെല്ലാം നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ ഒരാൾക്കും നമ്മളെ സഹായിക്കുവാൻ കഴിയുകയില്ല. ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ നമ്മളെ ഒരു തരത്തിലുള്ള ഉപകാരം ചെയ്തു തരാനോ നമ്മളെ ബാധിച്ച ഒരു ഉപദ്രവത്തെ നീക്കിത്തരാനോ അവർക്ക് സാധിക്കുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലബിഅസൽ മൗലാ വലബിഅസൽ അശീർ. ഇവൻ സ്വീകരിച്ചിട്ടുള്ളത് എത്രയോ മോശമായ സഹായിയാണ്, രക്ഷാധികാരിയാണ്, അതുപോലെ തന്നെ എത്രയോ മോശമായ കൂട്ടുകാരനെയാണ് ഇവൻ സ്വീകരിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ പാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചത് യദ്ഉ ഹാദ റാജിഉ അലാ വജ്ഹി, അതായത് 11ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ദീനിന്റെ അരികിലൂടെ നടന്നു പോകുന്ന ആളുകൾ, പൂർണ്ണമായി മതത്തിലേക്ക് പ്രവേശിക്കാത്ത ആളുകൾ, അവർ തലകീഴായി ദീനിൽ നിന്ന് പുറത്ത് മടങ്ങിപ്പോകുന്ന ഈ മനുഷ്യർ അവർ വിളിക്കുകയാണ്, മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു. ഈ ആയത്തിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയതാണ്. അല്ലാഹുവിനെയും വിട്ടുകൊണ്ട് നമ്മളെ ബാധിച്ചിട്ടുള്ള ഒരു കേട്, ഒരു പ്രയാസം, ആ പ്രയാസത്തെ നീക്കിത്തരാൻ കഴിയാത്തവരെ, ഒരു ഉപകാരം ചെയ്തു തരാൻ കഴിയാത്തവരെയാണ് അത്തരത്തിലുള്ള ആളുകൾ വിളിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഹാദാ സിഫത്തുൻ കുല്ലി മദ്ഉവിൻ വമഅബൂദിൻ മിൻ ദൂനില്ലാഹ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടോ, വഹാദാ സിഫത്തുൻ, ഏത് സിഫത്ത്? ഈ പ്രത്യേകതയുണ്ടല്ലോ, ഈ സ്വഭാവമുണ്ടല്ലോ. ഏത് സ്വഭാവം? മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു. അല്ലാഹുവിനെ കൂടെ, അല്ലാഹുവിന് പുറമെ ഏതൊരാൾ നമ്മൾ വിളിച്ചു തേടിയാലും ദുആ ചെയ്താലും ഒരു ഉപകാരം ചെയ്തു തരാൻ അവർക്ക് സാധിക്കുകയില്ല. ആ സ്വഭാവം. അതുപോലെ തന്നെ ഒരു ഉപദ്രവത്തെ നീക്കിത്തരാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന സ്വഭാവമുണ്ടല്ലോ.
വഹാദാ സിഫത്തു കുല്ലി മദ്ഉവിൻ വമഅബൂദിൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ വിട്ടുകൊണ്ട് നമ്മൾ ആരെയെല്ലാം ആരാധിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഈ സ്വഭാവം ഒരുപോലെ തന്നെയാണ്. എല്ലാവരുടെയും സ്വഭാവം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഫഇന്നഹു ലാ യംലികു ലിനഫ്സിഹി വലാ ലിഗൈരിഹി നഫ്അൻ വലാ ദർറാ. നമുക്ക് ഒരു ഉപകാരവും ചെയ്തു തരാൻ അവർക്ക് കഴിയില്ല, ഒരു ദോഷവും നീക്കിത്തരാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി തൗഹീദ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്ത് ആഗ്രഹങ്ങൾക്കും അല്ലാഹുവിനോട് മാത്രം നമ്മൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള, ഇവിടെ മൗലവി സൂചിപ്പിച്ചതുപോലെ ഖദറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും ഉമ്മമാരും ഉപ്പമാരും തകർന്നു പോവുകയാണ്, മാനസികമായി പ്രതിസന്ധി അനുഭവിക്കുകയാണ്, പലരും വിഷമത്തിലാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ തളർന്നു പോകുന്നു? നമ്മൾ അല്ലാഹുവിലുള്ള ഈമാൻ, അല്ലാഹുവിന്റെ ഖദായിലുള്ള ഖദറിലുള്ള വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെ നമ്മൾ മറക്കുന്നത്, അല്ലാഹുവിനെ നമ്മൾ അവഗണിക്കുന്നത്. അല്ലാഹുവിന് പുറമെയുള്ള ആളുകളോട് നമ്മൾ ദുആ ചെയ്യാനുള്ള കാരണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുകയാണ്. ശിർക്ക് സംഭവിച്ചാൽ മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അവൻ ഒരിക്കലും അവന്റെ മരണാനന്തര ജീവിതത്തിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, അവൻ നാളെ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിലായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ കലാമ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് ലോകത്ത് ശിർക്ക് വന്നത്. ശിർക്കിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ശിർക്കിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി ജീവിതത്തിൽ പഠിക്കണം. ശിർക്ക് പഠിക്കണം, ജാഹിലിയത്ത് പഠിക്കണം. ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ. തൗഹീദ് പഠിക്കുന്നത് പോലെ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് പോലെ നമ്മൾ ശിർക്കിനെ കുറിച്ച് പഠിക്കണം, ജാഹിലിയത്തിനെ കുറിച്ച് പഠിക്കണം. ജാഹിലിയത്ത് അറിയാത്തവൻ, മക്കാ മുശ്രിക്കിനെ കുറിച്ച് പഠിക്കാത്തവൻ, ലോകത്ത് കഴിഞ്ഞുപോയ ശിർക്കുകളെ കുറിച്ചും ശിർക്കിന്റെ ചരിത്രങ്ങളെ കുറിച്ചും പഠിക്കാത്തവൻ ഇസ്ലാമിൽ കടന്നാൽ, ഇസ്ലാമിൽ വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകും. അഥവാ ജാഹിലിയത്ത് അറിയാത്തവന്റെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവുകയില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജാഹിലിയത്ത് പഠിക്കണം, മക്കാ മുശ്രിക്കിനെ കുറിച്ച് പഠിക്കണം, ലോകത്ത് കഴിഞ്ഞുപോയ മുശ്രിക്കുകളെ കുറിച്ച് പഠിക്കണം, ശിർക്കിനെ കുറിച്ച് പഠിക്കണം, തൗഹീദും പഠിക്കണം, ഇസ്ലാമും പഠിക്കണം. എന്തിനാ പോസിറ്റീവും നെഗറ്റീവും പഠിക്കുന്നത്? ഇത്തരത്തിലുള്ള കുഫറുകളിൽ നിന്ന് മാറിക്കൊണ്ട് മുഅ്മിനായി ജീവിച്ച് മരിക്കുവാൻ. ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് ദീനാണോ ദീനല്ലയോ എന്നറിയാൻ, ഇത് തൗഹീദാണോ ശിർക്കാണോ എന്ന് വ്യക്തമായിട്ട് അറിയാൻ. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ പഠിപ്പിച്ചത് കാനന്നാസു ഉമ്മതൻ വാഹിദ. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അവരെല്ലാവരും ഒരൊറ്റ സമുദായമായിരുന്നു, എല്ലാവരും ഒരു സമുദായമായിരുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല 10ാമത്തെ അധ്യായത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, മാ കാനന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫൂ. ലോകത്ത് കഴിഞ്ഞു പോയ സമുദായം മുഴുവൻ, ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം അവർ ഉത്തമ സമൂഹമായിരുന്നു, എല്ലാം ശ്രേഷ്ഠരായ ആളുകളായിരുന്നു. പക്ഷേ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഫഖ്തലഫൂ, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായി, അവർ ഭിന്നിച്ചുപോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ തഫ്സീറുകളിലെല്ലാം കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ബൈന നൂഹിൻ വ ആദം 10 ഖുറൂൻ കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ് ഫഖ്തലഫൂ ഫബഅസ അല്ലാഹു അൻ-നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അവർക്കിടയിൽ ഒരു 10 നൂറ്റാണ്ടോളം കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 10 നൂറ്റാണ്ടോളം, ഏകദേശം 1000 വർഷത്തോളം കാലം ലോകത്ത് തൗഹീദ് മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ശിർക്കില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും മുവഹ്ഹിദീങ്ങൾ, എല്ലാവരും തൗഹീദുള്ള ആളുകൾ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു ശൈത്താൻ വന്നിട്ട് ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബാ. 10 നൂറ്റാണ്ടോളം കാലം തൗഹീദോടുകൂടി ജീവിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മക്കൾക്കിടയിൽ പിശാച് വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇവിടെ ജീവിച്ചിരുന്ന വദ്ദും സുവാഉം യഊസും യഊഖും നസ്റുമെല്ലാം എവിടെയാണ്? അവരെ കുറിച്ച് നമുക്ക് കൃത്യമായി തഫ്സീറുകളിൽ കാണാം. വഹിയ അസ്മാഉ റിജാലു സ്വാലിഹീൻ മിൻ ഖൗമി നൂഹിൻ അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ട, അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയിൽ ജീവിച്ച സ്വാലിഹീങ്ങളായ ആളുകൾ അവിടെയാണ് നമ്മൾ അടിവരേണ്ടത്. വഹിയ അസ്മാഉ റിജാലു സ്വാലിഹീൻ. വദ്ദ്, സുവാഇ, യഊസ്, യഊഖ്, നസ്ർ എന്നുള്ളവർ സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു. അല്ലാഹുവിൽ വിശ്വസിച്ച്, അല്ലാഹുവിൽ അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവൾ മരണപ്പെട്ടപ്പോൾ ആ ജനതയിലേക്ക് പിശാച് വന്നിട്ട് ഇവരെ കുറിച്ച് ചോദിക്കുകയാണ്, ഇവിടെ ജീവിച്ചിരുന്ന വദ്ദും സുവാഉം യഊസും യഊഖുമെല്ലാം എവിടെയാണ്? ഈ ശൈത്താൻ വരുന്നത് ഫലമ്മാ ഹലകൂ, ഈ സ്വാലിഹീങ്ങളായ ആളുകളെല്ലാം മരണപ്പെട്ടതിന് ശേഷമാണ് പിശാച് വന്നിട്ട് പറയുന്നത്. അപ്പോ നാട്ടുകാര് പിന്നെ പറയുകയാണ്, അവരെല്ലാം മരണപ്പെട്ടു പോയി. പിശാച് അവരുടെ മനസ്സിൽ ദുർമന്ത്രം കൊടുക്കുകയാണ്, അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കണം. അവർ ഇരുന്നിടത്തെല്ലാം എവിടെയെല്ലാം ഇവർ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവിടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന്. അല്ലത്തി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബാ, അവരുടെ വിഗ്രഹങ്ങൾ, അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പിശാച് അവർക്കിടയിൽ ദുർമന്ത്രം നടത്തി. ആ രൂപങ്ങൾക്കിടയിൽ എഴുതി വെക്കണം, അവരുടെ പേര് എഴുതി വെക്കണം. ഇത് വദ്ദാണ്, സുവാണ്, യഊസാണ്, യഊഖാണ് എന്ന് എഴുതി വെക്കണം. ഫഫഅലൂ, അങ്ങനെ അവർ അത് ചെയ്തു. ആ പിശാചിന്റെ ദുർമന്ത്രത്തിൽ കുടുങ്ങി അവർ അത് ചെയ്തു. ഫലം തുഅബദ്, അവർ അതിനെ ആരാധിച്ചിട്ടില്ല. അവർ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല മാർഗമായിട്ട് കണ്ട് ഒരു രൂപമുണ്ടാക്കി വെച്ചു. അതാണ് ഹദീസുകളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഈ ഒരു കാരണം കൊണ്ട് നമുക്കിടയിൽ പൂജയും നേർച്ചയും ഒക്കെ വരാൻ സാധ്യതകൾ ഉള്ളത് കൊണ്ട്, ശിർക്കും കുഫ്റും എല്ലാം വരാൻ സാധ്യതകളുണ്ട് എങ്കിൽ വീടുകളിൽ നിന്ന് എന്ത് ചെയ്യണം? രൂപങ്ങൾ ഒഴിവാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ജീവജാലങ്ങളുടെ രൂപങ്ങൾ വീട്ടിൽ വെക്കരുത് എന്ന് പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ വസീലത്ത് ശിർക്കും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് വസീലത്ത് ശിർക്ക്? ഈ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത ചെയ്ത പ്രവർത്തനം, അതാണ് വസീലത്ത് ശിർക്ക്. അവർ ശിർക്ക് ചെയ്തിട്ടില്ല. കാരണം പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഫലം തുഅബദ്, അവർ ആരാധിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരാധിച്ചിട്ടില്ല. വദ്ദും സുവാഉം യഊസും യഊഖും ഒക്കെ മരിച്ചു പോയതിനു ശേഷം പിശാച് വസ്വാസ നടത്തി അവരെ ഓർക്കാനുള്ള മാർഗം എന്ന നിലക്ക് അവരുടെ രൂപമുണ്ടാക്കി വെച്ച് അവരെ ആരാധിച്ചിട്ടില്ല. അവർക്ക് മുമ്പിൽ നേർച്ചകൾ ചെയ്തിട്ടില്ല, വഴിപാടുകൾ നടത്തിയിട്ടില്ല, ദുആ നടത്തിയിട്ടില്ല, പ്രാർത്ഥന നടത്തിയിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്ത് വരുന്നില്ല? ഒരിക്കലും ശിർക്ക് സംഭവിക്കുന്നില്ല. ശിർക്കിലേക്കുള്ള ഒരു മാർഗമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് വസീലത്തു ശിർക്ക്. തേട്ടം നടന്നാൽ ഒരിക്കലും അത് വസീലത്തു ശിർക്ക് ആവുകയില്ല. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക്? കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. തേട്ടം നടന്നാൽ, അവിടെ പ്രാർത്ഥന വന്നാൽ, ദുആ വന്നാൽ, നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ കൈപ്പിടിക്കണേ, എനിക്ക് വെളിച്ചം തരണേ എന്ന് നമ്മൾ ചോദിച്ചാൽ ഒരിക്കലും അതിനെന്ത് ചെയ്യാൻ പറ്റൂല? വസീലത്ത് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. അത് വസീലത്ത് ശിർക്കിൽ നിന്ന് പോയി അത് ശിർക്കിലേക്ക് എത്തി. ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഓർക്കാനുള്ളൊരു മാർഗത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? സ്വാലിഹീങ്ങളാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഓർക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് അവർ രൂപമുണ്ടാക്കി വെച്ചു. അതിനെയാണ് വസീലത്ത് ശിർക്ക് എന്ന് പറയുന്നത്. എന്നാൽ
ആ കാലഘട്ടം കഴിഞ്ഞുപോയി, ആ തലമുറ കഴിഞ്ഞുപോയി. ഫതനാസഖൽ ഇൽമു, അങ്ങനെ തലമുറകൾ കഴിഞ്ഞു പോയപ്പോൾ അവർ ആരാധിക്കപ്പെട്ടു. ഈ വദ്ദും സുവാവും യഊസും യഊഖും എല്ലാം പിന്നീട് ആരാധിക്കപ്പെട്ടു. പിശാച് തലമുറകൾ കഴിഞ്ഞു പോയപ്പോ പിശാച് ഇവർക്കിടയിൽ വീണ്ടും വസ്വാസുകൾ ഉണ്ടാക്കുകയാണ്. തലമുറകൾ കഴിഞ്ഞ് പുതിയ ഒരു തലമുറ വന്നപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഇതെല്ലാം ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവർക്കറിയില്ല ഇത് എന്താണ്, ആരാണ് എന്ന്. അപ്പോൾ പിശാച് അവരോട് മന്ത്രിക്കുകയാണ്, ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഇവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ലഭിക്കും. എന്തെങ്കിലും പ്രതിസന്ധി പ്രയാസങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഇവർക്ക് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചാൽ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും. അങ്ങനെ ആ ജനത എന്ത് ചെയ്തു? ആ കുതന്ത്രത്തിൽ കുടുങ്ങിപ്പോയി. അവർ ആരാധിച്ചു. ഈ വദ്ദും സുവാവും യഊസും എല്ലാം ആരാധിക്കപ്പെട്ടു. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായിട്ട് ശിർക്ക് സംഭവിച്ചത്. എത്ര കാലഘട്ടത്തിന് ശേഷം? 10 നൂറ്റാണ്ടിന് ശേഷം, 1000 വർഷത്തിന് ശേഷം. അപ്പോഴാണ് ഒന്നാമത്തെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. വലഖദ് അർസൽനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലേക്ക്. ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്, ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെല്ലാം ലോകത്ത് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അമ്പിയാക്കന്മാർ ലോകത്ത് മുർസലീങ്ങൾ കടന്നു വരാത്തൊരു സമുദായവുമില്ല. ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചത് വലഖദ് ബഅസനാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ സകല പ്രവാചകന്മാരും തന്റെ സമുദായത്തെ പഠിപ്പിച്ചത് അൻ അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, താഗൂത്തികളെ നിങ്ങൾ പഠിക്കണം. ആരാ താഗൂത്ത് എന്ന് പറഞ്ഞാൽ? കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹ് വഹുവ അൻഹാ റാദ്. ഇതാണ് താഗൂത്ത്. ഇതാണ് താഗൂത്ത്. ഞാൻ ആഗ്രഹിക്കാം എല്ലാവരും എന്റെ മുമ്പിൽ വരണം, നിങ്ങൾ മുഴുവൻ എന്റെ മുമ്പിൽ വരണം, എന്റെ കാലുമുത്തണം, എന്റെ കൈമുത്തണം, എന്റെ മുമ്പിൽ നിങ്ങൾ കുമ്പിടണം, എന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം, റുക്കൂ ചെയ്യണം. എന്റെ കൈമുത്തുന്നതും എന്റെ കാലുമുത്തുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് താഗൂത്തികൾ. ഇത്തരത്തിലുള്ള താഗൂത്തികളെ എല്ലാം നിങ്ങൾ വെടിയണമെന്ന് പറയുവാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് ലോകത്തെ അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഒരുപാട് ആയിരക്കണക്കിന് നബിമാരുണ്ട്. ആ നബിമാർ മുഴുവൻ മുർസലീങ്ങളല്ല. നബിമാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സെലക്ട് ചെയ്തവരാണ് മുർസലീങ്ങൾ. ആദ്യത്തെ നബി ആദം നബി, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി മാത്രമാണ്, റസൂലല്ല. ഒന്നാമത്തെ റസൂലാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് ശിർക്ക് സംഭവിച്ചപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചു. അതാണ് ഒന്നാമത്തെ റസൂല്. മുർസലീങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ ആള് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ചോദ്യം വരുമ്പോ മറന്നു പോകണ്ട. ഒന്നാമത്തെ റസൂൽ ആരാണെന്ന് ചോദിച്ചാൽ ആദം നബി എന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റാണ്. ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. നബിമാരിൽ നിന്ന് അല്ലാഹു പ്രത്യേകം സെലക്ട് ചെയ്തവരാണ് റസൂലുകൾ. ആ റസൂലുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സെലക്ട് ചെയ്ത ആളുകളുണ്ട്. നബിമാരിൽ നിന്ന് സെലക്ട് ചെയ്ത റസൂലുകൾ മുർസലീങ്ങൾ. മുർസലീങ്ങളിൽ നിന്ന് പ്രത്യേകം സെലക്ട് ചെയ്തവർ ആരാ? അസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഉലുൽ അസ്മുകൾ സൂറത്ത് അഹ്കാഫിന്റെ അവസാനത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ ഉലുൽ അസ്മുകൾ നൂഹ് നബി അതിലുണ്ട്. നൂഹ് നബി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് 5 അല്ലാഹുവിന്റെ ഉലുൽ അസ്മുകൾ. അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സെലക്ട് ചെയ്തു 2 ഖലീലുമാർ, 2 അല്ലാഹുവിന്റെ കൂട്ടുകാർ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 2 പേർ. ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന്
പ്രത്യേകം സെലക്ട് ചെയ്ത മുർസലീങ്ങൾ, ആ മുർസലീങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ സമുദായത്തിൽ ശിർക്ക് സംഭവിച്ചപ്പോൾ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് പറയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. വീണ്ടും പരിശുദ്ധ ഖുർആൻ 71ാമത്തെ അധ്യായത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറുൻ മുബീൻ അൻ അഅ്ബുദുല്ലാഹ വത്തഖൂഹു വഅതീഊൻ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ ലൗ കുൻതും തഅലമൂൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയിലേക്ക് വന്നിട്ട് തന്റെ ജനതയോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുവാൻ വേണ്ടി വന്നതാണ്. വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട്. ഈ ശിർക്ക് ചെയ്ത് നിങ്ങൾ മരണപ്പെട്ടാലുണ്ടല്ലോ, ശിർക്ക് ചെയ്ത് നിങ്ങൾ മരണപ്പെട്ടാലുണ്ടല്ലോ, കാഫിറായി നിങ്ങൾ മരണപ്പെട്ടാലുണ്ടല്ലോ, അബ്ദിനെയും സുവായിനെയും യഊസിനെയും എല്ലാം നിങ്ങൾ വിളിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ടാൽ വേദനാജനകമായ ഒരു ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന താക്കീത് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അലയാ ഖൗമി ഇന്നി ലക്കും നദീറുൻ മുബീൻ അൻ അഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. വത്തഖൂ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വഅതീഊൻ, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഈ ശിർക്ക് നിങ്ങൾ വെടിഞ്ഞാൽ, തൗഹീദിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ, ഏതൊരു ആദർശത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു പോയോ ആ ആദർശത്തിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയാൽ, യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൊറുത്തു തരും. വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ, ഒരു നിർണയിക്കപ്പെട്ട ഒരു അവധി നിങ്ങൾക്ക് വരാനുണ്ട്. അഥവാ പ്രിയമുള്ള സത്യവിശ്വാസികളെ, എന്റെ സംസാരം കേൾക്കുന്നവരെ, ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള തിന്മകൾ, പാപങ്ങൾ, പാതകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹുവിന്റെ ദീനിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഷഹാദത്ത് നമ്മൾ ചൊല്ലണം, ഏറ്റുപറയണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, തൊണ്ടക്കുഴിയിൽ നമ്മൾ റൂഹെത്തിയാൽ അഥവാ മരണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കുകയില്ല. ആ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ആ സമയത്തെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല. അമൻതു ബിറബ്ബി മൂസാ വ ഹാറൂൻ, ഫിറഔനിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചില്ല. ഫിറഔനിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചില്ല. അതുകൊണ്ട് മരണം എപ്പോ സംഭവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ അജലെത്തുന്നതിന് മുമ്പ് തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് മടങ്ങാൻ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ ലൗ കുൻതും തഅലമൂൻ. ആ സമയമെത്തിയാൽ, അല്ലാഹു നിശ്ചയിച്ച ആ സമയമെത്തിയാൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകിപ്പിക്കുകയില്ല. ഒരിക്കലും നിങ്ങൾക്ക് അവധി നീട്ടിത്തരികയില്ല. ഈ വിവരം നിങ്ങൾ അറിയണമെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എന്നോട് സംസാരിച്ചതാണ്, നിങ്ങളോട് സംസാരിച്ചതാണ്. അതുകൊണ്ട് എന്തെങ്കിലും തൗബ ജീവിതത്തിൽ ചെയ്യാൻ നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കണം. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇവരിൽ ശിർക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് ഇവരിൽ ശിർക്ക് സംഭവിച്ചത്? ഈ ജനതയിൽ എങ്ങനെയാണ് ശിർക്ക് സംഭവിച്ചത്? ശിർക്ക് സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് ശിർക്ക് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖാലിഖാണ്, നമ്മുടെ മാലിക്കാണ്, നമ്മുടെ മുദബ്ബിറാണ്, നമ്മുടെ മുസർരിഫാണ്. ഈ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന് മാത്രം നമ്മൾ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന് റുബൂബിയത്താണ്, അതുപോലെ തന്നെ അസ്മാ വ സിഫാത്താണ്, അതുപോലെ തന്നെ ഉലൂഹിയത്താണ്. ഈ 3 കാര്യങ്ങൾ, തൗഹീദ് റുബൂബിയ, തൗഹീദ് അസ്മാ വ സിഫാത്ത്, അതുപോലെ തന്നെ തൗഹീദ് ഉലൂഹിയ,
ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ പറ്റൂ, അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അവിടെ നമ്മളിൽ ശിർക്ക് സംഭവിക്കുകയാണ്. അപ്പൊ എന്താണ് തൗഹീദ് റുബൂബിയ? തൗഹീദ് റുബൂബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റബ്ബല്ലാഹു മാത്രം, റബ്ബല്ലാഹു മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖാലിഖ്, മാലിക്, മുദബ്ബിർ, മുസർരിഫ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ, ആകാശത്തിന്റെ ഭൂമിയുടെ, ആകാശങ്ങളുടെ ഭൂമിയുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ, ജീവജാലങ്ങളുടെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിന്റെയും റബ്ബ് അല്ലാഹു മാത്രം. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു മാത്രം. എല്ലാത്തിനും രൂപം കൊടുക്കുന്നവൻ അല്ലാഹു മാത്രം. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രം. സൂറത്ത് ആൽ ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ, ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. എല്ലാം അല്ലാഹുവിൻ്റെതാണ്, വേറൊരുത്തന്റെയുമല്ല. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. 25-ാം അധ്യായത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വഖലഖ കുല്ലി ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ, എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എത്രയെത്ര ആയത്തുകളിലൂടെയാണ്. 10-ാം അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ 6 അയ്യാം ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون. ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ 6 ദിവസങ്ങളെ കൊണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അർശിൽ ഉപവിഷ്ടനായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നു. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വല്ലദീ യുഹീ വ യുമീത്. ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഫൈദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും അത് ഉണ്ടാകും. വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വയുരിദിക ബിഖൈരിൻ ഫലാ റാദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല 10-ാം അധ്യായത്തിലൂടെ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ കാതുകൊടുക്കണം. അല്ലാഹുവിന്റെ കലാമാണ്, നമ്മളോട് നമ്മുടെ സൃഷ്ടാവ് സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷം വരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദോഷത്തെ, ആ പ്രയാസത്തെ നീക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. എന്തെങ്കിലും ഒരു ഗുണം വരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഗുണത്തെ ഇല്ലാതാക്കാൻ, ആ ഗുണത്തെ തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് വളരെ കൃത്യമായി. അപ്പോൾ തൗഹീദുർ റുബൂബിയ്യ, സൃഷ്ടികർത്തത്തിലുള്ള ഏകത്വം റബ്ബ് അല്ലാഹു മാത്രമാണ്. മാലിക്, മുദബ്ബിർ എല്ലാം അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസം, അതാണ് തൗഹീദുർ റുബൂബിയ്യ. അതിൽ മുദബ്ബിറായിട്ട് വേറെ ഏതെങ്കിലും ഒരു ശൈഖുണ്ട് എന്നോ ഏതെങ്കിലും ഔലിയുണ്ട് എന്നോ നമ്മളൊരാളും പറയാൻ പാടില്ല. നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ചുപോയ, നമ്മളെപ്പോലെ തന്നെ ശരീരമുള്ള, ഉറക്കമുള്ള, ഊണുള്ള, കോഴിക്കോട് ജീവിക്കുന്ന ഏതെങ്കിലും ഖാദിയാണ് മുദബ്ബിറുൽ ആലം എന്ന് വിശ്വസിച്ചാൽ തൗഹീദുർ റുബൂബിയിൽ അവിടെ ശിർക്ക് സംഭവിക്കുകയാണ്. അതല്ലെങ്കിൽ ശൈഖ് മടവൂരി എന്നോ അതല്ലെങ്കിൽ മൊയ്തീൻ ശൈഖോ എന്നൊക്കെ വിശ്വസിച്ചാൽ അവിടെയെല്ലാം നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുകയാണ്. അല്ലാഹു മാത്രമാണ് റബ്ബ്, അതാണ് തൗഹീദുർ റുബൂബിയ്യ. 2, അല്ലാഹുവിന്റെ അസ്മാഉ വ സിഫാത്ത്. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. എത്രയാണ് എന്ന് ആർക്കും അറിയില്ല, റസൂലുള്ളാഹിക്ക് പോലും അറിയില്ല. 99 നാമങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ പൊരുൾ എന്താ? ആരെങ്കിലും 99 നാമങ്ങൾ ഹൃദയസ്ഥമാക്കിയാൽ, അഥവാ അല്ലാഹുവിന്റെ സുന്ദരമായ നാമങ്ങൾ 99 ചുരുങ്ങിയത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഇൽമാണ്
ആ ഇൽമു മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവൻ ലോകത്ത് സംഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അടുത്തതാണ് അല്ലാഹുവിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമാണ് ലോകത്ത് അല്ലാഹു നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോ ഈ നടപ്പിലാക്കിയതിനപ്പുറം അല്ലാഹുവിന്റെ ലഹ്വുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത പല കാര്യങ്ങളും അല്ലാഹു മറച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം അല്ലാഹുവിന്റെ ഇൽമാണ്. അതെല്ലാം അല്ലാഹുവിന്റെ ഇൽമിന്റെ ഉറവിടങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ നാമങ്ങളുണ്ട്. ഹബീബിന്റെ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹ് ലഹ്വുൽ മഹ്ഫൂദിൽ നീ മറച്ചു വെച്ചിട്ടുള്ള, ലോകത്തൊരാൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത, പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത നിന്റെ ഒരുപാട് സുന്ദരമായ നാമങ്ങളുണ്ട് അല്ലാഹ്. ആ നാമങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. നമുക്കൊക്കെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാനൊക്കെ കുറെ പറഞ്ഞു നോക്കി, എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനയിൽപ്പെട്ടൊരു കാര്യമാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. 7-ാം അധ്യായം 180-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഒരുപാട് നാമങ്ങൾ അല്ലാഹുവിനുണ്ട്, സുന്ദരമായ നാമങ്ങൾ. ആ നാമങ്ങളെ മുൻനിർത്തിയിട്ടായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അയ്യൂബ് നബിയുടെ പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചല്ലോ. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ വഅൻത അർഹമുർ റഹീമീൻ. അമ്പിയാക്കന്മാരുടെ മുഴുവൻ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിച്ചാലും അവിടെയെല്ലാം അല്ലാഹുവിന്റെ നാമങ്ങൾ അവർ എടുത്ത് പറയുന്നുണ്ട്. ഈ നാമങ്ങൾ എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഗഫൂറായ നാദാ, റഹീമായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, ഈ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ എളുപ്പത്തിൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ നാമത്തിൽപ്പെട്ടതാണ് അല്ലാഹു ബസീറാണ്, അല്ലാഹു സമീആണ്, അല്ലാഹു അലീമാണ്. ബസീർ എന്നാൽ അല്ലാഹു എല്ലാം കാണുന്നവൻ, അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ, അല്ലാഹു എല്ലാം അറിയുന്നവൻ. ഈ നാമങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റെ സിഫത്തുകളാണ്. ഈ നാമഗുണ വിശേഷണങ്ങളുമായി ലോകത്തൊരാളെയും നമ്മൾ ബന്ധിപ്പിക്കാൻ പാടില്ല. 42-ാം അധ്യായം 11-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ലൈസ കമസ്ലിഹി ഷൈഇ ലൈസ കമസ്ലിഹി ഷൈഇ വഹുവസ് സമീഉൽ അലീം വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ തുല്യനായിട്ട് ഒരാളും തന്നെയില്ല. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ, നമ്മളും കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ നമ്മുടെ കാഴ്ചകൾക്ക് പരിധിയുണ്ട്, നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാതെ കാണുന്നവനാണ് അല്ലാഹ്, പരിധിയില്ലാതെ കേൾക്കുന്നവനാണ് അല്ലാഹ്. അത് ലോകത്ത് അല്ലാഹുവിന് മാത്രമേ ആ സിഫത്തുള്ളൂ. അത് വേറൊരാൾക്കും ഇല്ല. വേറെ ആർക്കെങ്കിലും അല്ലാഹു കാണും പോലെ കാണാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു കേൾക്കും പോലെ കേൾക്കാൻ, അറിയും പോലെ അറിയുമെന്ന് അറിയാൻ ആരെങ്കിലും വിശ്വസിച്ചാൽ അവിടെ കുഫ്ർ സംഭവിക്കുന്നു, അവിടെ ശിർക്ക് സംഭവിക്കുന്നു. അതാണ് തൗഹീദ് അസ്മാ വ സിഫാത്തിലുള്ള ശിർക്ക്. അതുപോലെ തന്നെയാണ് തൗഹീദുൽ ഉലൂഹിയ, ആരാധനയിലുള്ള അല്ലാഹുവിന്റെ ഏകത്വം. അഥവാ നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് പല ഇനങ്ങളുണ്ട്, പല രൂപത്തിലുണ്ട്. തൗഹീദുൽ ലിസാനി ഉണ്ട്, തൗഹീദ് ഖൽബ്, പിന്നെ ഇബാദത്തുൽ ലിസാനി ഉണ്ട്, ഇബാദത്തുൽ ഖൽബി ഉണ്ട്, ഇബാദത്തുൽ ബദനി ഉണ്ട്. ലിസാനിയ എന്ന് പറഞ്ഞാൽ നാവിലൂടെ വരുന്ന ഇബാദത്ത്, ഖൽബിയ ഖൽബിൽ നിന്നുള്ള ഇബാദത്ത്, ബദനിയ ശരീരത്തിൽ നിന്നുള്ള ഇബാദത്ത്. ഏത് ഇബാദത്താണ് എങ്കിലും നാവിൽ നിന്നുള്ള ഉദാഹരണമാണ് പ്രാർത്ഥന, നാവിൽ നിന്നുള്ള ഇബാദത്താണ്. അതുപോലെ തന്നെ ഖൽബിൽ നിന്നുള്ള ഒരു ഇബാദത്താണ് നിയ്യത്ത്. അതുപോലെ തന്നെ ബദനിയ, നിസ്കാരം, ഹജ്ജ് കാര്യങ്ങൾ, ഇതൊക്കെ ബദനിയാണ് അല്ലെ. ഏതാണ് എങ്കിലും യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒന്നാമത്തെ കൽപ്പനയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഇതാ തന്റെ കുടുംബവുമായിട്ട് പോകുന്ന സമയത്താണ് ഒരു മലമുകളിൽ ഒരു വെളിച്ചം കാണുന്നത്. ഇരുട്ടത്താണ് അവർ തപ്പിത്തടഞ്ഞാണ് പോകുന്നത്. തനിക്ക് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു വെളിച്ചം കാണുമോ എന്ന് ആ നൂറ് കണ്ടപ്പോൾ വിചാരിച്ചിട്ട് മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുന്ന് കയറി പോവുകയാണ്. സൂറത്തു താഹീലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായി ആ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോ ആ കുടുംബത്തിന് മാത്രമുള്ള ഒരു വെളിച്ചമായിരുന്നില്ല, ലോകത്തന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മുഴുവൻ, തന്റെ ജനതയ്ക്ക് മുഴുവൻ വെളിച്ചം നൽകാൻ കഴിയുന്ന വലിയ പ്രകാശമായിരുന്നു. നിന്റെ 2 ചെരുപ്പുകളും നീ അഴിച്ചു വെച്ച് മൂസാ കയറി വരൂ, പരിശുദ്ധമായ താഴ്വരയിലേക്ക് നീ വരൂ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് പ്രവാചകനായി സെലക്ട് ചെയ്തിട്ട് ഇതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നനീ അനല്ലാഹ്, മൂസാ ഞാനാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല, ഞാനല്ലാതെ ആരാധനില്ല, അതുകൊണ്ട് ഫഅബ്ദുനീ, ഏത് ഇബാദത്താണ് എങ്കിലും, നാവിൽ നിന്നുള്ള ഇബാദത്താണ് എങ്കിലും, ഖൽബിൽ നിന്നുള്ള ഇബാദത്താണ് എങ്കിലും, ശരീരം കൊണ്ടുള്ള ഇബാദത്താണ് എങ്കിലും എല്ലാം നീ എനിക്ക് മാത്രം നൽകണേ മൂസാ. നിസ്കാരം നീ നിലനിർത്തണേ മൂസാ. നിസ്കാരം നീ നിലനിർത്തണേ മൂസാ. എന്തിനാണ് നിസ്കാരം? ലിദിക്രി, എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും മൂസാ. എന്നെ ഓർക്കാനുള്ള മാർഗമാണ് മൂസാ. അതുകൊണ്ട് അല്ലാഹുവായ എന്നെ മാത്രം നീ ആരാധിക്കണം. ഞാനല്ലാതെ ഒരു ആരാധനക്കർഹനായി ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അതിനവകാശം അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നീ എന്നെ മാത്രം ആരാധിക്കണം. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇബാദത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് നമ്മൾ നൽകിയാൽ അവിടെ ശിർക്ക് സംഭവിക്കുകയാണ് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വത്തും സുവാവും യഊസും യഊഖും നസ്റും എല്ലാം അവർ ആരാധിക്കപ്പെട്ടു. തൗഹീദ് ഉലൂഹിയിൽ ശിർക്ക് സംഭവിച്ചു. അവർ ജീവിതത്തിൽ നമുക്ക് മഴ നൽകുമെന്ന വിശ്വാസം, തൗഹീദ് റുബൂബിയ്യത്തിൽ അവർക്ക് പിഴവ് സംഭവിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട ജനത ഈ വത്തും സുവാവും ഞങ്ങൾക്ക് മഴ നൽകുമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. തൗഹീദ് റുബൂബിയിൽ അവർക്ക് ശിർക്ക് സംഭവിച്ചു. അതുപോലെ തന്നെ തൗഹീദ് അസ്മാഉ വസിഫാത്തിൽ അവർക്ക് ശിർക്ക് സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും പോലെ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ വദ്ദിനും സുവായിനും യഊസിനും യഊഖിനും എല്ലാം കഴിയുമെന്ന വിശ്വാസം അവരിലേക്ക് വന്നു. അതുപോലെ തന്നെയാണ് അവർ ഈ മഹാന്മാരായ ആളുകളെ ആരാധിച്ചു. ഈ മഹാന്മാരായ ആളുകൾ ആരാധിക്കപ്പെട്ടപ്പോൾ ആ ജനതയിൽ ശിർക്ക് സംഭവിച്ചു. അപ്പോഴാണ് ഒന്നാമത്തെ നബിയെ, ഒന്നാമത്തെ റസൂലിനെ, ഒന്നാമത്തെ മുർസലീങ്ങളിൽപ്പെട്ട ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. നൂഹ് നബി വന്ന് തൗഹീദ് പറഞ്ഞു. 950 വർഷത്തോളം കാലം ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് 950 വർഷത്തോളം കാലം ഞാൻ ദഅവത്ത് നടത്തി, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അല്ലാഹ് വരലിൽ ആളുകൾ മാത്രമേ എന്നിൽ വിശ്വസിച്ചിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളെ രക്ഷപ്പെടുത്തുന്നു. അവിശ്വാസികളെ, കാഫിരീങ്ങളെ, മുശ്രിക്കീങ്ങളെ മുഴുവൻ ജലപ്രളയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയുന്നു. വീണ്ടും ലോകത്ത് തൗഹീദുള്ളവർ മാത്രം ബാക്കിയായി. പിശാച് വെറുതെ ഇരിക്കോ? ഇല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പിന്നെ ആ സൃഷ്ടിച്ച കാലഘട്ടം മുതലേ ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞ് ആ സാഹചര്യത്തിൽ പിശാച് സുജൂദ് ചെയ്തില്ല, ആട്ടി പുറത്താക്കപ്പെട്ടു. അന്നെടുത്ത നിലപാട് ലോകാവസാനം വരെ ജീവിക്കണം, എനിക്ക് ആളുകളെ പിഴപ്പിക്കണം. പിശാച് വെറുതെ ഇരിക്കോ? തൗഹീദുള്ള ആളുകൾ ലോകത്ത് ബാക്കിയായപ്പോ ഇതാ വീണ്ടും പിശാച് വരുന്നു, ശിർക്കിലേക്ക് ക്ഷണിക്കുന്നു, ആളുകൾ ശിർക്കിലേക്ക് പോകുന്നു. വീണ്ടും അടുത്ത പ്രവാചകൻ വരുന്നു, അടുത്ത റസൂല് വരുന്നു. അങ്ങനെ ഒരുപാട് റസൂലുകൾ ലോകത്ത് കഴിഞ്ഞു പോയി, ഒരുപാട് അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയി, ഒരുപാട് ഉലുൽ അസ്മുകൾ ലോകത്ത് കഴിഞ്ഞു പോയി, 2 ഖലീലുമാർ ലോകത്ത് കഴിഞ്ഞു പോയി. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ മക്കയിലെ മുശ്രിക്കീന്റെ അവസ്ഥ എന്താ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാലിഹീങ്ങളായ ആളുകൾ, ആ ആളുകളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ, ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്.
ഹാജിമാർക്ക് വേണ്ടി മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ, അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, മറിയം ബീവിയുണ്ട്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠരായ ആളുകളെ ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളെ നീങ്ങിക്കിട്ടുവാൻ വേണ്ടി ഇവരെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് അല്ലാഹു അന്തിമ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. ഒരുപാട് കല്ലേറുകൾ, കൂക്കുവിളികൾ, തെറിവിളികൾ, ആക്ഷേപങ്ങൾ ഹബീബ് ജീവിതത്തിൽ അനുഭവിച്ചിട്ട് തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആളുകളെ, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. പ്രിയമുള്ള വിശ്വാസികളെ, ആ റസൂലുള്ളാഹി വഫാത്തായി പോയി. നമ്മുടെ ഹബീബും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ലോകത്ത് ശിർക്ക് ബാക്കിയുണ്ട്, അതുപോലെ തന്നെ തൗഹീദുമുണ്ട്. ശിർക്കുമുണ്ട്, തൗഹീദുമുണ്ട്. ഒരിക്കലും പിന്നെ മറ്റുള്ള പ്രവാചകന്മാരുടെ പിന്നെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്തതുപോലെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്യാതെ, നശിപ്പിക്കാതെ ലോകാവസാനം വരെ നിലനിർത്തും. ആ നിലനിർത്തിയ കൂട്ടത്തിൽ തൗഹീദുള്ളവരുണ്ട്, ശിർക്കുള്ളവരുണ്ട്. ചില ആളുകളുടെ വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ എന്തെയില്ല, മുസ്ലിം ഉമ്മത്തിൽ എന്തെയില്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പരിശോധിക്കേണ്ടത്. അതും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സംസാരം, ഇന്നത്തെ പഠനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിലേക്ക് ശിർക്ക് വരികയില്ല. നമ്മളെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നാളെ ഉണ്ടാകും. തൗഹീദുള്ളവരാണ്, അഹ്ലുസ് സുന്നയുടെ ആളുകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല എന്റെ ഉമ്മത്തിൽ ശിർക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സദാ സമയം പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലാഹ് അറിഞ്ഞും അറിയാതെയും എന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു അല്ലാഹ്. ശിർക്ക് വരാൻ സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് എല്ലോ ആ പ്രാർത്ഥന. മാത്രമല്ല, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കല്ലേ അല്ലാഹ്, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കല്ലേ അല്ലാഹ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്തിനാ പ്രാർത്ഥിച്ചത്? ശിർക്ക് വരാൻ സാധ്യതകളുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ, ശ്രേഷ്ഠരായ ആളുകളെ, അമ്പിയാക്കന്മാരെ ആരാധിച്ചതുപോലെ തീർച്ചയായും തന്നെയും ആരാധിക്കാൻ, തന്നോട് പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ സാധ്യതകളുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശിർക്കിൽ നിന്ന് കാവലിനെ ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഖബറ് ആരാധിക്കപ്പെടുന്ന ഒരു ആരാധനാലയമാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിൽക്കാലത്ത് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഞങ്ങൾ മുസ്ലിംകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ശിർക്ക് സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് എന്ന്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും പല ആളുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാരിയ സ്വലാത്തുണ്ട്. റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത സ്വലാത്താണ്, സ്വഹാബത്തിന് പരിചയമില്ലാത്ത സ്വലാത്താണ്, ഇസ്ലാം ദീനിലില്ലാത്തൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഒരു സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ഗുണം കിട്ടുന്ന, റസൂലുള്ളാഹിക്ക് സലാമത്ത് കിട്ടുന്ന, ഗുണം കിട്ടുന്ന ഏത് രൂപത്തിലുള്ള സ്വലാത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല. എന്നാൽ കടുത്ത കുഫ്ർ വരുന്ന, കടുത്ത ശിർക്ക് വരുന്ന ചില സ്വലാത്തുകളുണ്ട്. അതെല്ലാം ബിദ്അത്തുകളാണ്, കുഫറുകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം. അതിൽപ്പെട്ടതാണ് നാരിയ സ്വലാത്ത്. ഞാൻ ഇന്ന് കേൾപ്പിക്കട്ടെ. നമ്മളിൽ ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ നാരിയ സ്വലാത്ത് ചൊല്ലുന്നവർ ശ്രദ്ധയോടുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖദാ ബിഹിൽ ഹബായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതാണ് നാരിയ സ്വലാത്തിന്റെ വരികൾ. ഇതാണ് നാരിയ സ്വലാത്തിന്റെ വരികൾ. പ്രിയമുള്ളവരെ, ആദ്യം റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദ്. ഈ വരികളിൽ പ്രശ്നമില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. എന്നിട്ട് എങ്ങനെയുള്ള റസൂലുള്ളാഹ്?
അവിടെയാണ് അപകടങ്ങൾ വരുന്നത്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദി എന്ന് തുടങ്ങിയിട്ട് അവസാനം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം എന്നുവരെയുള്ള വരികൾ നമ്മൾ പരിശോധിച്ചാൽ എന്തൊക്കെയാണ് ആ വരികളിലൂടെ പറയുന്നത്? ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ആ പ്രയാസങ്ങൾ ഒഴിവാക്കി തരുന്ന റസൂലുള്ള, എന്തെങ്കിലും ഇടങ്ങേറുകൾ വന്നാൽ ആ ഇടങ്ങേറുകളെ നീക്കിത്തരുന്ന റസൂലുള്ള, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരുന്ന റസൂലുള്ള, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരുന്ന റസൂലുള്ള, മാത്രമല്ല മേഘങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്ന റസൂലുള്ള. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഞാൻ നേരത്തെ നിങ്ങളോട് ഓതി വെച്ചല്ലോ, വയ്യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വയുരിദക ബിഖൈറിൻ ഫലാ റാദ ലിഫദ്ലി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി വഹുവൽ ഗഫൂറുർ റഹീം. എന്ത് പ്രയാസങ്ങളുണ്ട് എങ്കിലും ആ പ്രയാസങ്ങളെ നീക്കിത്തരുന്നവനാരാ? അല്ലാഹുവാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഗുണം തരാൻ ഉദ്ദേശിച്ചാൽ ആ ഗുണത്തെ തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ഹബീബ് നമ്മളെ പഠിപ്പിച്ചല്ലോ, ബഅലം അന്നൽ ഉമ്മത, തീർച്ചയായിട്ടും എൻ്റെ ഉമ്മത്ത് അറിയണം, തീർച്ചയായിട്ടും എൻ്റെ ഉമ്മത്ത് അറിയണം. ഉമ്മമാരെ ശ്രദ്ധിച്ചു കേട്ടോ, ഉപ്പമാരെ ശ്രദ്ധിച്ചു കേട്ടോ. സൂറത്ത് ഹജ്ജ് പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാഠങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത്. ഫഅലം അന്നൽ ഉമ്മത ലൗ ഇസ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹ അല്ലാഹു ലക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് നൽകാൻ, എന്തെങ്കിലും ഒരു ഖൈറ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഖൈറ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഇൽമ് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ റബ്ബ് ഉദ്ദേശിച്ച ഖൈറുണ്ടല്ലോ, ലോകത്തതിനെ തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹ അല്ലാഹു അലൈക. എന്തെങ്കിലും ഒരു ദുർറ, എന്തെങ്കിലും ഒരു ആപത്ത് നമ്മളെ ബാധിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ലോകത്തുള്ള സകല ആളുകളും ഒരുമിച്ച് കൂടിയാലും ആ ദുർറിനെ തടയാൻ സാധ്യമല്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി 10-ാം അധ്യായം 107-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹു തീരുമാനിച്ചത് തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പഠിപ്പിക്കുമ്പോ നാരിയാ സലാത്തിലൂടെ ഇതെല്ലാം മുഹമ്മദ് നബിക്ക് കഴിയും, അവസാനം മഴ വർഷിപ്പിക്കുമെന്ന് വരെ പറയുന്നൊരവസ്ഥയിലേക്ക് ഈ നാരിയാ സലാത്ത് മാറുമ്പോ ഇത് തീർച്ചയായിട്ടും കുഫ്റിന്റെ വരികളാണ്, ഇത് തീർച്ചയായിട്ടും ശിർക്കിന്റെ വരികളാണ്. ഇത് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ചൊല്ലിയാൽ ഇതിനുള്ള ആശയങ്ങളും അർത്ഥങ്ങളും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചാലുണ്ടല്ലോ നമ്മളിൽ ശിർക്ക് സംഭവിക്കുന്നു, തൗഹീദുർ റുബൂബിയിൽ സംഭവിക്കുന്ന ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ മുഹമ്മദ് നബിക്ക് നമ്മൾ വകവെച്ചു കൊടുക്കുന്നു. മാത്രമല്ല കുത്തുബിയത്ത് ചെല്ലാറുണ്ട്. നമ്മുടെ നാട്ടുകാര് അറിവില്ലാത്ത ജനതയാണ്, ഇൽമില്ലാത്തവരാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ 8-ാം അധ്യായത്തിൽ 8-ാം ആയത്തിലൂടെ പഠിപ്പിച്ചല്ലോ, ഈ അധ്യായത്തിലെ 8-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചല്ലോ, ചില പണ്ഡിത പുരോഹിതന്മാരുണ്ട്, അവർ വഴികേടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു, അവർ കുത്തുബിയത്ത് ചൊല്ലിക്കുന്നു, അവർ നാരിയാ സലാത്ത് ചൊല്ലിപ്പിക്കുന്നു. കുത്തുബിയത്തിന്റെ വരികളിൽ നമുക്ക് കാണാം, യാ കുത്തുബ അഹ്ലസ് സമാ യാ കുത്തുബ അഹ്ലസ് സമാ വൽ അർളി ഔസഹുമാ യാ ഫൈള ഐനി വുജൂദൈഹിം വഗൈസഹുമാ. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം തൗഹീദുള്ള ആളായിരുന്നു, തൗഹീദിന്റെ പടവാഹകനായിരുന്നു. എക്കാലഘട്ടത്തിലും ബത്തും സുവാഉം യഊസും യഊഖും നസ്റുമെല്ലാം ആരാധിക്കപ്പെട്ടതുപോലെ, ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം ആരാധിക്കപ്പെട്ടതുപോലെ മുഹ്യിദ്ദീൻ ശൈഖ് ആരാധിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ള ആരാധിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണപ്പെടുന്നത്. വിളിക്കുകയാണ് ആരെ? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്? അദ്ദേഹം ആകാശഭൂമി നിവാസികളുടെ കുത്തുബാണ്, കേന്ദ്രബിന്ദുവാണ്, ഗൗസായവരാണ്.
അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഉപകാരമുള്ള നദികളുണ്ടല്ലോ, പുഴകളുണ്ടല്ലോ, മഴയുണ്ടല്ലോ, ഈ മഴയെയും പുഴകളെയും നദികളെയും എല്ലാം നിയന്ത്രിക്കുന്ന കേന്ദ്രബിന്ദുവാണ് മഹാനായ ഖുതുബുസ്സമാൻ എന്ന് വിളിക്കുന്ന, ഇത്തരത്തിലുള്ള ആളുകൾ വിളിക്കുന്ന മഹാനായ മുഫ്തി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എത്ര അപകടമുള്ള വരികളാണ്! അല്ലാഹുവിന്റെ തൗഹീദ് റുബൂബിയ്യത്തിൽ ശിർക്ക് സംഭവിക്കുകയല്ലേ, പച്ച കുഫ്റല്ലേ പ്രിയമുള്ള ആളുകളെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു 42-ാം അധ്യായത്തിലൂടെ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതൂ വയൻശുറു റഹ്മതഹു വഹുവൽ വലിയ്യുൽ ഹമീദ്. തീർച്ചയായിട്ടും ഭൂമിയിലേക്ക് ആവശ്യത്തിനനുസരിച്ച് മഴ നൽകുന്നവൻ, ഭൂമി വരണ്ടു പോയാൽ, ഭൂമി ഉണങ്ങിപ്പോയാൽ ഭൂമിയെ പച്ചപ്പുള്ളതാക്കുന്നതിന് വേണ്ടി മഴയിറക്കുന്നവൻ അല്ലാഹു ആണ് എന്ന് എത്രയെത്ര സ്ഥലങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ആ ഖുത്ബിയത്ത് ചൊല്ലുന്നതിലൂടെ ഒരാൾ പറയുന്നത് മുഹ്ദി ശൈഖാണ് എന്ന് പറയുമ്പോ തൗഹീദുർ റുബൂബിയിൽ ശിർക്ക് സംഭവിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് അസ്മാഉ വ സിഫാത്ത്. നമ്മൾ പറഞ്ഞ അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അത് അല്ലാഹുവിന് മാത്രമാണ് എന്ന് പറയുമ്പോ, സമീഅ എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് പറയുമ്പോ, ബസീർ എല്ലാം കാണുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് പറയുമ്പോ, എത്ര ആളുകളാണ് മാലമൗലൂദുകൾ ചെല്ലുമ്പോ നമ്മൾ മുമ്പ് കഴിഞ്ഞുപോയ ക്ലാസ്സുകളിൽ ചൊല്ലിയിട്ടുണ്ട്, വെള്ള നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതൊത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എവിടെ വെച്ച് ഏത് സന്ദർഭത്തിലും എപ്പ വിളിച്ചാലും ഞാൻ നിങ്ങളെ വിളി കേൾക്കും. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. അസ്മാഉ വസിഫാത്തിൽ ഇതാ ശിർക്ക് സംഭവിക്കുകയാണ്. തൗഹീദ് അസ്മാഉ വസിഫാത്തിൽ ശിർക്ക് സംഭവിക്കുകയാണ്. സമീ അല്ലാഹുവിന്റെ സിഫത്താണ്, സമീ അല്ലാഹുവിന്റെ നാമമാണ്, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹുവാണ്. ഒരാൾ വിശ്വസിക്കുകയാണ് മുഹ്ദി ശൈഖ് അവറുകൾ എല്ലാ നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതൊത്തീരം ചെയ്യും ഞാനെന്നോവർ. ഇത് ചൊല്ലിയിട്ടോ ചൊല്ലാതെയോ ഇതിനുള്ള കഴിവ് മഹാനവർക്കുണ്ട് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ തൗഹീദ് അസ്മാഉ വ സിഫാത്തിൽ ശിർക്ക് സംഭവിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അടുത്തവർ. നമുക്കറിയാം, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളെ കൽബലമെന്നോവർ. എല്ലാം പ്രിയമുള്ളവരെ, ഖുർആനെ മാറ്റിവെച്ച്, ഹദീസിനെ മാറ്റിവെച്ച്, ഖുർആനിനേക്കാൾ ഹദീസിനേക്കാൾ നമ്മുടെ പ്രമാണങ്ങളെക്കാൾ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ആളുകൾ വായിക്കുന്ന, ആളുകൾ കാണുന്ന, ആളുകൾ സൂക്ഷിക്കുന്ന മാലമൗലൂദുകളിലുള്ള വരികളാണ്. കുപ്പിയുടെ അകത്തുള്ള ഒരു ചില്ല്, കുപ്പിയുടെ അകത്തുള്ള ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ കൽബകം കാണാൻ കഴിയുമെന്ന് പറയുമ്പോ ബസീർ എന്നല്ലാഹുവിന്റെ നാമം, ബസീർ എന്നല്ലാഹുവിന്റെ സിഫത്ത്, ആ സിഫത്തിൽ പങ്കു ചേർക്കുകയാണ്, ശിർക്ക് സംഭവിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് തൗഹീദ് ഉലൂഹിയ്യ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള അപകടകരമായ വരികൾ ഇർതകബതു അലൽ ഖതാ ഖൈറ ഹസരിൻ വഅദാത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ കലാം 40-ാം അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളോട് പറയുന്നു ഉദ്ഉനി. ആ പദം ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, ആ പദം ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. ഞങ്ങൾ മഹാന്മാരായ ആളുകളോട് ദുആ ചെയ്യുന്നേ ഉള്ളൂ. ദുആ അത് ഇബാദത്തല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ, അത് ഇബാദത്തല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോ, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ. ഒന്നും കൂടെ കേട്ടോ, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് ഇബാദത്ത് ചെയ്യാൻ ആരാണോ അഹങ്കാരം കാണിക്കുന്നത്, ആരാണോ മടി കാണിക്കുന്നത്. ഒന്നും കൂടെ കേട്ടോ, അല്ലാഹു പറഞ്ഞതെന്താ?
വഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. എന്നിട്ട് അല്ലാഹു അതേ ആയത്തിൽ പറയാ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ദുആ ഇബാദത്താണ് എന്ന അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം അദ്ദുആഹു ഹുവൽ ഇബാദ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുആ ഉണ്ടല്ലോ, ഞങ്ങൾ അവരോട് ദുആ ചെയ്യുന്നേ ഉള്ളൂ, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തായി എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നോട് ഇബാദത്ത് ചെയ്യാൻ ആരെല്ലാം അഹങ്കാരം കാണിക്കുന്നുണ്ടോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ എന്നേക്കുമായി ഇങ്ങനായി അവൻ തീർച്ചയായിട്ടും നരകത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹുവിന്റെ കലാം നമ്മളെ പഠിപ്പിക്കുമ്പോ ഈ രൂപത്തിലുള്ള മാലമൗലൂദുകൾ ചൊല്ലുന്നതിലൂടെ നമുക്കറിയാം. ഖുത്ബിയത്തിന്റെ വരികൾ ഒന്നുകൂടെ കേട്ടോ. വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മത്തിൻ സർമൻ ലിഅഫ്വതിഹി. എന്താണ് നമ്മൾ ഈ ഖുത്ബിയത്തിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും എന്റെ പേര് 1000 പ്രാവശ്യം പറഞ്ഞാൽ, എന്റെ പേര് ആരെങ്കിലും പിന്നെ 1000 പ്രാവശ്യം പറഞ്ഞാൽ എങ്ങനെയെല്ലാം അസ്മൻ ബിഹിമ്മത്തിൻ സർമൻ ലിഗഫ്വതിഹി, ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട്, ഒറ്റക്കിരുന്നുകൊണ്ട്, ഒറ്റക്കൊഴിഞ്ഞു മാറിയിരുന്നുകൊണ്ട് ഉറച്ച മനസ്സോടുകൂടി ഞാൻ വിളിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അശ്രദ്ധയെ മാറ്റിവെച്ചുകൊണ്ട്, ലിഗഫ്വതിഹി അശ്രദ്ധയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി എന്റെ പേര് 1000 പ്രാവശ്യം ആരെങ്കിലും വിളിച്ചാൽ അജ്ബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ. ഖുത്ബിയത്തിലെ വരികളാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കോ, മഹാനവറുകൾ ഇത് പഠിപ്പിച്ചിട്ടില്ലട്ടോ, മഹാനവറുകൾ ഇത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പടവാഹകനായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ച് ആദർശം ലോകത്തെ പഠിപ്പിച്ച മഹാനായിരുന്നു മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ലോകത്ത് പുണ്യവാളന്മാരായ ആളുകൾ ആരാധിക്കപ്പെട്ടതുപോലെ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ പിൽക്കാലത്ത് ചില മുരീദുകൾ ഉണ്ടാക്കി വെച്ച ഗാനങ്ങളാണ് ഇത് എല്ലാം. ഇതൊന്നും ദീനല്ലട്ടോ, ഇതൊന്നും ദീനല്ല. ഖുത്ബിയത്തിലൂടെ പഠിപ്പിക്കുന്നത് 1000 പ്രാവശ്യം വിളിച്ചാൽ യാ മുഹ്യിദ്ദീൻ, യാ മുഹ്യിദ്ദീൻ എന്ന് വിളിച്ചാൽ ആ മുഹ്യിദ്ദീൻ നമുക്ക് ഉത്തരം നൽകുമെന്നാണ് വിശ്വാസം. ഈ പേരും വിളിച്ചുകൊണ്ട്, ഈ വിശ്വാസം വെച്ചുകൊണ്ട് വിളിക്കുന്നവരില്ലേ, മുഹ്യിദ്ദീൻ ശൈഖേ കാക്കണേ എന്ന് പറയുന്നവരില്ലേ. തൗഹീദുൽ ഉലൂഹിയിൽ നമ്മുടെ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയാണ്. മങ്കൂസ് മൗലൂദിന്റെ വരിയാണ് ഞാൻ നേരത്തെ പാടിയത്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി കുറ്റമന്നാ വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി അങ്ങയോടന്യായം നബിയെ യാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലൂദിലൂടെ ഒരാൾ പാടുന്നത്, ഒരാൾ ചൊല്ലുന്നത് റസൂലായ മുഹമ്മദ് നബി പാപങ്ങൾ പൊറുക്കുന്നവനാണ്, എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ എന്ന വിശ്വാസത്തോടു കൂടിയാണ് ചൊല്ലുന്നത്. ശിർക്കാണ്, ഉലൂഹിയത്തിൽ സംഭവിച്ച ശിർക്കാണ്. പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ശറഫുൽ അനാം മൗലൂദിൽ നമുക്ക് കാണാം, അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലുകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീർ യാ നദീർ. ദുർബലനായ ഈ അടിമ മുഹമ്മദ് റസൂലുള്ളാഹിനോട് വീണ്ടും പറയുകയാണ്. ഈ വരികൾ ശറഫുൽ അനാം മൗലൂദിലുള്ള വരികളാണ്. ദുർബലമായ അടിമ, തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഈ അടിമ ഇതാ മഹത്തായ ഔദാര്യം ആഗ്രഹിച്ചുകൊണ്ട് ബഷീറായ നദീറായ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നു നബിയേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്ന വരികളാണ് ഇതെല്ലാം. ഒരുപാടുണ്ട്, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ഓരോ വരികളും സൂക്ഷ്മമായി ചർച്ച ചെയ്താൽ ഈ രൂപത്തിലുള്ള
അപകടം പിടിച്ച കുഫർ നിറഞ്ഞ ശിർക്ക് നിറഞ്ഞ വരികളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള മാലമൂലൂദുകളല്ല നമുക്ക് വേണ്ടത്. ഇതല്ല നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് തൗഹീദുള്ള ആളുകളായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്ത് ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരോട് ദുആ ചെയ്തിട്ടും കാര്യമില്ല. അത് എത്ര മഹാനായിട്ടും കാര്യമില്ല, എത്ര വലിയായിട്ടും കാര്യമില്ല, എത്ര നബിയായിട്ടും കാര്യമില്ല, എത്ര റസൂലായിട്ടും കാര്യമില്ല. അല്ലാഹുവിന് പുറമെ ആരോട് നിങ്ങൾ ദുആ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളെ ഒരു ദുർറ് ബാധിച്ചാൽ ആ ദുർറ് നീക്കിത്തരാൻ അവർക്ക് സാധ്യമല്ല. നിങ്ങളുടെ ഒരു ആഗ്രഹവും നടത്തി തരാൻ അവർക്ക് കഴിയില്ല എന്ന് വ്യക്തമായി 11-ാം ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട് പറയുകയാണ്. അവസാനം നിങ്ങൾ സ്വീകരിച്ച ഈ കൂട്ടുകാരൻ, നിങ്ങൾ സ്വീകരിച്ച ഈ അവലംബമുണ്ടല്ലോ, എത്രയോ മോശമാണ്, എത്രയോ വൃത്തികെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇഹത്തിലും ഒരു ഗുണമില്ല. എന്തെങ്കിലും ഒരു ആഗ്രഹം നടത്തിത്തരോ ഇവര്? നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇവർ നടത്തിത്തരോ? എന്തെങ്കിലും ഒരു ഉപദ്രവം നീക്കിത്തരോ? ഇല്ല. എത്രയോ വൃത്തികെട്ട എത്രയോ മോശമായ ബന്ധമാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ദുനിയാവിലും നിങ്ങൾക്ക് രക്ഷയില്ല, പരലോകത്ത് നിങ്ങൾക്ക് സഹായിയായിട്ട് ഇവർ വരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടട്ടോ. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. ഈ ആരാധിക്കപ്പെട്ട ആളുകൾ മുഴുവൻ അല്ലാഹുവിന്റെ മഹ്ശറിൽ കൊണ്ടുവരും. അല്ലാഹു പറയുകയാണ്, സൂറത്ത് അഹ്കാഫിലെ വരികളാണ്, വൈദാ ഹുശറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ആരാധിക്കപ്പെട്ട സകല ആളുകളും അല്ലാഹുവിന്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവരോട് ചോദിക്കുകയാണ്, റബ്ബിന്റെ ചോദ്യമാണ്, നിങ്ങൾ ആരാധിച്ച ആളുകളാണ് ഈ നിൽക്കുന്നത്, നിങ്ങൾ ആരാധിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഇവർ നിഷേധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ തൗഹീദുള്ളവരായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാം കൃത്യമായി പഠിക്കണം, ആശയങ്ങൾ ഉൾക്കൊള്ളണം, ജീവിതത്തിൽ നമ്മൾ പകർത്തി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രമാണങ്ങളായ ഖുർആനും സുന്നത്തും നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അല്പം സമയമായിട്ടുണ്ട്, വൈകിയിട്ടുണ്ട്, നേരത്തെ നിങ്ങൾ വരണം. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ സംസാരം ആരംഭിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നേരത്തെ നിങ്ങൾ വഴുകാതെ വന്നാൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അല്ലാഹു നമ്മുടെ അബദ്ധങ്ങളെല്ലാം നമുക്ക് പൊറുതു തരട്ടെ. എന്റെ സംസാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ, ന്യൂനതകൾ വന്നിട്ടുണ്ട് എങ്കിൽ, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുതു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നടത്തി തരട്ടെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരുടെയും നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ അല്ലാഹു എല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും ശിഫയും എല്ലാം നൽകി അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ ദുനിയാവിൽ അല്ലാഹു നമ്മളെ ഒരുമിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളെയെല്ലാം ഒരുമിപ്പിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ കൺകുളിർമ നൽകണേ അല്ലാഹ്. നാളെ ഹത്തിലും നാളെ പരലോകത്തിലും ദുനിയാവിലും ഉപകാരമുള്ളവരാക്കി നീ മാറ്റണേ അല്ലാഹ്. നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ തടയപ്പെടുന്ന ഏതെല്ലാം ദുഷിച്ച പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതിൽ നിന്നെല്ലാം ഞങ്ങൾ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين. اللهم انصر اخوان المسلمين في كل مكان. اللهم انصر اخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.
اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا من أعمال صالحاتنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.